എൻ്റെ വണ്ടിയുടെ ചാർജും പോട്ട് വീണ്ടും അടിച്ചു. എങ്ങനെ പുതിയത് വാങ്ങി. അന്നത്ര 250 വരാണ്ടായില്ലായിരുന്നു. ഇത് വെറും 160 വരെ ഉള്ളൂ. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവർ അധികം വാങ്ങുകയും ചെയ്യും. എന്തായാലും പോട്ട് കുഴപ്പമില്ല. അങ്ങനെ ഇന്ന് നമ്മൾ സ്വിഗ്ഗിയോടെ ഇറങ്ങിയതാണ്. ഫസ്റ്റ് ഓർഡർ തന്നെ നമുക്ക് കസ്റ്റമറെ അടുത്തുനിന്ന് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സംഭവം ഒരു ചിക്കൻ സൂപ്പും പിന്നെ ഒരു 2 കുപ്പി മിനറൽ വാട്ടറും കൂടിയായിരുന്നു. ആ വാട്ടർ അവരെനിക്ക് തന്നില്ല. ഞാനത് ശ്രദ്ധിച്ചതുമില്ല. ശ്രദ്ധിക്കാത്ത കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് ഉണ്ടായിരുന്നു. ആ സ്ലിപ്പിനകത്ത് നോക്കിയപ്പോൾ 1 ഐറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫോണിൽ നോക്കിയില്ല. അപ്പോൾ ആ സ്ലിപ്പ് വിശ്വസിച്ചാണ് ഞാൻ ഇത് കൊണ്ട് കൊടുത്തത്. കസ്റ്റമർ മുമ്പിൽ ഞാൻ വെള്ളം അടിച്ചു മാറ്റി വെച്ചേക്കുന്ന കണക്കാണ്. ആ ഒരു ഫീലാണ് എനിക്ക് കസ്റ്റമർ തന്നത്. എൻ്റെ അടുത്ത് പറയുക ഇതിൻ്റെ കൂടെ 2 മിനറൽ വാട്ടർ ഉണ്ട്, ആ ബാഗിൽ നിന്ന് അതങ്ങ് എടുത്തു തരാനെന്ന്. ഞാനാണെങ്കിൽ അങ്ങ് ഒരു മാതിരിയായി. അത്രയ്ക്കും ഗതികേടാണ്. എനിക്കൊരു വെള്ളം അടിച്ചു മാറ്റേണ്ട ഗതികേട് എനിക്കുണ്ടോ? ഇനി എൻ്റെ ബാഗ് തുറന്ന് നോക്കിയാൽ 2 റെയിൻ കോട്ടും ഒരു യൂണിഫോമും പിന്നെ അടിയിലൊരു കുപ്പി അടക്കമുണ്ട്. അത് പെട്രോൾ വാങ്ങാനാണ്. കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ മീറ്റർ അടിച്ചു പോയി, ഫ്യൂൽ മീറ്റർ അടിച്ചു പോയി. അതുകൊണ്ട് ഇതിനകത്ത് കാണിക്കത്തില്ല എണ്ണ എത്ര ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ വഴിയിലാണെങ്കിൽ കിടക്കുമെന്ന് വെച്ച് പേടിച്ചിട്ട് കുപ്പിയിൽ വാങ്ങി വയ്ക്കാൻ വേണ്ടിയാണ് ഒരു കുപ്പി എടുത്ത് വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. നമ്മളത് അനുഭവിച്ചേ പറ്റൂ. എന്തായാലും അടുത്ത് 20 രൂപയുടെ ഓർഡർ അടിച്ചിട്ടുണ്ട്. എഴുത്താണിന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വിഷമം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒരു ചായയും വടയും കഴിക്കാമെന്ന് ചോദിച്ചു. 3-4 കടി കഴിക്കാൻ ഞാൻ പോയത്. പക്ഷേ എനിക്ക് എന്തോ ഒരു വിഷമമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ചായയും ഒരു കടിയും കഴിക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എഴുത്താണിയുടെ ഫ്രണ്ടിൽ അങ്ങ് വെയിറ്റിംഗ് ആയിരുന്നു. ഓർഡർ ഇല്ല. ഓർഡർ എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു.